ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വളരെയധികം ആശങ്കകൾക്ക് ശേഷം ഇന്ന് മാർക്കറ്റ് വീണ്ടും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ വളരെയധികം ഇടിയിലോട്ട് പോയപ്പോൾ ഇന്ന് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. നിഫ്റ്റി 50 ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 23,708 ക്ലോസ് ചെയ്തപ്പോൾ 0.39% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 50,202 ക്ലോസ് ചെയ്തപ്പോൾ 0.56%. നിഫ്റ്റി മിഡ് ക്യാപ് 56,869 ക്ലോസ് ചെയ്തപ്പോൾ 0.89%. നിഫ്റ്റി സ്മോൾ ക്യാപ് 18,673 ക്ലോസ് ചെയ്തപ്പോൾ 1.35% ഗെയിൻ ഉണ്ടായി. ഇന്ന് ഈ 4 സെക്ടറുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് അതിൻ്റെ വോളറ്റിലിറ്റിയുടെ വ്യത്യാസം വന്നപ്പോൾ 14.66 ഇന്ന് 6.33% ഇടിവിലേക്ക് വന്നു. സെൻസെക്സ് ചെറിയൊരു 234 പോയിൻറ്റ്സിൻ്റെ അപ്പാണ് ഇന്നുണ്ടായത്. 78,199 ക്ലോസ് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നോക്കിക്കഴിഞ്ഞാൽ ONGC 3.79%, SBI ലൈഫ് 2.62%, HDFC ലൈഫ് 2.31%, ടാറ്റ മോട്ടോഴ്സ് 2.09%, അദാനി എൻ്റർപ്രൈസ് 2.03%, റിലയൻസ് 1.80%, ഹിൻഡാൽകോ 1.68%, ബെൽ 1.51%, ICICI ബാങ്ക് 1.31%, നെസ്ലെ ഇന്ത്യ 1.10% ഗെയിൻ ഉണ്ടാക്കി. ലൂസേഴ്സ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് 2.20% കുറവാണെന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ട്രെൻഡ് 4.35% ഇടിവുണ്ടായിരുന്നു. ഏഷ്യ മോട്ടോഴ്സ് 1.43%, TCS 1.56%, മാരുതി 0.34%, ഹീറോ മോട്ടോർ കോപ്പ് 0.88%, HCL ടെക് 1.86%, ബജാജ് ഓട്ടോ ഇന്നും 0.19% ഇടിവുണ്ടായി. ഇന്നലെ ബജാജ് ഓട്ടോ 1.57% ഇടിവുണ്ടായിരുന്നു. ടെക് MM 0.99%, ശ്രീറാം ഫിനാൻസ് 0.52%, ബജാജ് ഫിനാൻസ് 0.13% ഇടിവിലാണ് വന്നത്. ഈ വർഷത്തെ 2025 നിഫ്റ്റി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും പഴയതിലേക്ക് റിക്കവർ ചെയ്യുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. ഈ വർഷത്തെ കുറവ് 0.15% വ്യത്യാസം വന്നിട്ടുള്ളൂ. 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 23,707 നിൽക്കുന്നത്. ഇന്നത്തെ ഗെയിനേഴ്സ് ആൻഡ് ലോസസ് നോക്കിക്കഴിഞ്ഞാൽ 2076 കമ്പനീസ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 751 കമ്പനി റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ 413 കമ്പനികൾ മാത്രമേ ഗെയിനിൽ ക്ലോസ് ചെയ്തിരുന്നുള്ളൂ. സെക്ടർ വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെക്ടറെല്ലാം ഗ്രീനിലാണെന്ന് ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി ഓട്ടോ ചെറിയൊരു 0.10 പോയിൻറ്റിൻ്റെ ഇടിവ് മാത്രമേ നടന്നിട്ടുള്ളൂ. അതൊരു ഈക്വലായിട്ടുള്ള ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ സെയിം ക്ലോസിംഗാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിഫ്റ്റി IT ഇന്ന് 0.68% ഇടിവുണ്ടായി. ഈ 2 സെക്ടർ മാത്രമേ ഇന്ന് പ്രധാനമായിട്ടും സെക്ടോറിയൽ ഇൻഡെക്സിൽ ഇടിവ് വന്നിട്ടുള്ളൂ. നിഫ്റ്റി PSU ബാങ്ക് 0.50% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.48% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 0.67%, നിഫ്റ്റി FMCG 0.01%, നിഫ്റ്റി മെറ്റൽ 1.24%, നിഫ്റ്റി റിയാലിറ്റി 0.80%, നിഫ്റ്റി മീഡിയ 1.36%, നിഫ്റ്റി എനർജി 1.25%, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 0.82%, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 0.94%, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.64% ഗെയിന് നടത്തി. മോസ്റ്റ് ഓഫ് ദ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. മറ്റുള്ള ഇവൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ന്യൂസ് വെച്ച് ഇന്ത്യയുടെ GDP റേറ്റ് മേ ബി 6.40%ലേക്ക് 2025 കുറയുമെന്ന് പറയുന്നു. എന്നാൽ 2024 8.20% ആയിരുന്നു ഇന്ത്യയുടെ GDP ഗ്രോത്ത്. ചെറിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പുതിയുള്ള പഠനങ്ങൾ പറയുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫോം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഡേറ്റ ഫ്രം USA നാളെ 8 ജാനുവരി വരുന്നുണ്ട്.
ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡീറ്റെയിൽസ് US എന്ന് 8 ജാനുവരി നാളെ വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകൾ. കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് മാക്സിമം എത്താൻ ശ്രമിക്കാം. കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഓരോ ഡേറ്റയും കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ ഗുഡ് ഈവനിങ് ടു ഓൾ. താങ്ക് യു.